അസ്സലാമു ജാസ്മീസ് ഹോം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് നട്ട്സോ ഫ്രൂട്ട്സോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമുക്ക് ആദ്യം തന്നെ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ചെറിയ പീസ് പട്ട, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ പീസ് ജാതിപത്രി, ഒരു ചെറിയ പീസ് ജാതി. ഇത്രയൊക്കെ എടുത്താൽ മതി. ഒരുപാട് കൂടിപ്പോകാൻ പാടില്ല. കൂടിപ്പോയാൽ നമ്മുടെ കേക്കിൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോവും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചാലും അല്ലാതെ പൊടിച്ചാലൊന്നും പ്രശ്നമില്ല. നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ്. 250 ml കപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത മസാലപ്പൊടി 1 ടീസ്പൂൺ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഞാനത് പൊടിച്ചെടുത്തപ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടായിരുന്നു. 1 ടേബിൾ സ്പൂൺ ഇതിൽ ചേർത്തു. ബാക്കി എടുത്ത് വെച്ച് പിന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇതൊരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് തരിച്ചെടുക്കാം. നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ എല്ലാ ഭാഗത്തോട്ടും എത്താൻ വേണ്ടിയിട്ടും നമ്മുടെ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തരിച്ചെടുക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ മുഴുവനും തരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര കാരമലൈസ് ചെയ്യാം. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. ഇത് നമ്മുടെ കേക്കിന് നല്ലൊരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നത്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഫ്ലെയിം ഓണാക്കി നമ്മുടെ പാൻ ഇങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരിക്കലും മീഡിയം ഫ്ലെയിമിലോ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്കിനൊരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മളെപ്പോഴും ലോ ഫ്ലെയിമിലിട്ട് കുറച്ച് സമയം എടുത്തിട്ട് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. നമ്മുടെ പഞ്ചസാര ഇവിടെ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ വെള്ളമോ ചൂടുവെള്ളമോ എന്തായാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന് ബേക്കോട്ട് നിൽക്കുക. അത് പൊട്ടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. ഇതിൽ ചെറിയ ചെറിയ കട്ടകളായി കിടക്കുന്നുണ്ടാവും. അതൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതൊക്കെ അരിഞ്ഞ് വന്നോളും. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരുപാട് സമയം നമ്മൾ ഫ്ലെയിം ഓണാക്കി വെക്കണം എന്നില്ല. ഈ ഒരു കട്ടകളൊക്കെ നന്നായിട്ട് അരിഞ്ഞ് വന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരുപാട് ടൈറ്റായി പോകാൻ പാടില്ല. ഒരു ലൂസ് കൺസിസ്റ്റൻസി തന്നെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ ഇത് നന്നായിട്ട് അലിഞ്ഞ് വന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 4 മുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ മുട്ടയാണെങ്കിൽ 3 എണ്ണം മതി. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തത്. അത് പൊടിക്കുന്നതിന് മുമ്പേ ഉള്ള അളവാണ് ഞാൻ പറഞ്ഞത്. അതിങ്ങനെ കുറച്ച് ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ക്രീമി ആയി വരുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്യണം. അത് ഏകദേശം ഒരു 10 മിനിറ്റോളമൊക്കെ നമ്മളിതിങ്ങനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഞാനിതിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം വേണേൽ ഏലക്കായുടെ പൊടി ചേർത്ത് കൊടുത്താലും മതി. ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മൈദയുടെ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാം.
ഓരോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് ഇളക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് പെട്ടെന്ന് താഴ്ന്നു പോകും. പിന്നെ നമ്മളിത് ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ മാവ് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ മുഴുവനും ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ കുറച്ച് മുന്തിരി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് അതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കാരമൽ ഷുഗർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കേക്കിന് ഒരു ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു കാരമൽ ഷുഗർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച മുന്തിരി കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. ഞാനിതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ പേപ്പർ ഇല്ല എങ്കിൽ ഇതിന് പകരമായിട്ട് ഈ പാത്രത്തിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഈ പാത്രം ഇതുപോലെ നന്നായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിലൊക്കെ എയർ ബബിൾസ് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുന്നത്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പത്ത് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത പാത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഞാൻ അതിൻ്റെ അടിയിലൊരു ചെറിയ സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് പകരമായി നിങ്ങൾക്ക് പാത്രത്തിൻ്റെ അടപ്പോ അല്ലെങ്കിൽ ചെറിയ റിങ്ങോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താലും മതി. ഇനി നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ അടികട്ടിയുള്ള ഏത് പാത്രത്തിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കുക്കറിലും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് അടുപ്പ് വെച്ചതിന് ശേഷം ആദ്യത്തെ ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും ബാക്കി സമയം ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഏതാണ്ട് 35 മുതൽ 50 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വരും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റിക്ക് വെച്ച് കുത്തി നോക്കാം. ഈ ഒരു സ്റ്റിക്കുമേൽ ഒന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം. ഇപ്പോൾ നമ്മുടെ സ്റ്റിക്കുമേലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പുറത്തേക്ക് എടുക്കാം. നമ്മുടെ കേക്ക് ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. കേക്ക് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറൊക്കെ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ബദാം സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.